ഹലോ, നിങ്ങൾ ആരാ? എന്തിനാ ചുമ്മാ വിളിച്ച് ശല്യം ചെയ്യുന്നേ? മേലീ നമ്പറിലേക്ക് വിളിക്കരുത്. ഗൗരവം ഒട്ടും ചോരാതെ മാഹി പറഞ്ഞത് കേട്ട് നീരജയുടെ മുഖം ഇരുണ്ടു. അത് പറയാൻ താനാരാ എന്നൊരു ചോദ്യം അവരുടെ നാവിൽ തുമ്പിൽ വന്നെങ്കിലും അവർ മൗനം പാലിച്ചു. അയാളുമായൊരു വാക്പോരും നീരജ് തയ്യാറായിരുന്നില്ല. അയാളുമായി സംസാരിക്കാൻ നീരജ് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരക്ഷരം മിണ്ടാതെ അടുത്ത നിമിഷം തന്നെ നീരജ കോള് കട്ടാക്കി പോയി. മാഹി ചുണ്ടുകൂട്ടി ഫോണും മീരയ്ക്ക് കൊടുത്തു. മഹാദേവൻ സാറിന് എന്താ ഒരു പുച്ഛം? മുൻ കാമുകി എന്ത് പറഞ്ഞു? മീര കുഞ്ഞൊരു ചിരിയോടെ തിരക്കി. മുൻ കാമുകി? മാഹി സ്വയം പരിഹസിക്കും പോലെ ഒന്ന് ചിരിച്ചു. ഞാൻ സ്നേഹിച്ച നീരജയെ എനിക്ക് എന്നോ നഷ്ടപ്പെട്ടതാ. എന്നിലും എൻ്റെ മകളിലുമുള്ള വിശ്വാസം അവൾക്ക് നഷ്ടപ്പെടുന്ന അറിഞ്ഞ ആ നിമിഷം എൻ്റെ മനസ്സിലെ നീരും മരിച്ചു കഴിഞ്ഞു. ഇന്നത്തെ നീരജ എനിക്ക് അന്യാണ്. ശത്രുത എന്ന ബന്ധമല്ലാതെ എനിക്ക് അയാളോട് ഇപ്പോൾ ഒന്നുമില്ല. മാഹി ഒരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു നിർത്തി. വാതേക്കലിൽ നിന്ന് വരലക്ഷ്മിയുടെ മനസ്സ് അത് കേട്ട് വെറുതെ ആനന്ദിച്ചു. നീരജയെ മാഹി വെറുക്കുന്നു എന്നതിനേക്കാൾ വലിയ സന്തോഷമൊന്നും വരലക്ഷ്മിക്കില്ല. കുറ്റബോധം തോന്നുമെങ്കിലും ഇപ്പോഴും മാഹിയെ വിട്ടുകൊടുക്കാൻ അവർക്ക് കഴിയില്ല. നീരജയെ മാഹി വെറുതെ തുടങ്ങിയെന്ന് അറിഞ്ഞപ്പോൾ മനസ്സ് വല്ലാതെ ആഹ്ലാദിക്കുന്നു. നീരജയോടുള്ള വെറുപ്പ് തന്നോടുള്ള അടുപ്പത്തിൻ്റെ തുടക്കമായിരിക്കണേ എന്ന് വരലക്ഷ്മി ഉള്ളുരുകി പ്രാർത്ഥിച്ചു. വർഷങ്ങളായി മാഹിക്കൊപ്പം ഒരു മുറിയിൽ കഴിഞ്ഞ ശീലത്തിന് മാറ്റം വന്നിട്ട് കുറച്ച് ദിവസങ്ങളായെങ്കിലും എന്നും വന്ന് ഇതുപോലൊരു നോക്ക് കണ്ടു പോകുന്നത് വരലക്ഷ്മിക്ക് ഒരു പതിവാണ്. സ്നേഹിച്ചില്ലെങ്കിലും ഭാര്യയായി അംഗീകരിച്ചില്ലെങ്കിലും ഒപ്പം കിടത്തിയില്ലെങ്കിലും ഒരു മുറിയിൽ കഴിയുന്നതിൽ വരലക്ഷ്മി സന്തോഷവതിയായിരുന്നു. പക്ഷേ ഇന്ന് അതിനൊക്കെ മാറ്റം വന്നിരിക്കുന്നു. ഇന്ന് താൻ അധികാരത്തോടെ കയറി ചെന്നാൽ മഹിയേട്ടൻ ആരുടെയും മുഖമോർക്കാതെ തന്നെ ആട്ടിയിറക്കും എന്ന് നല്ല ബോധമുള്ളത് കൊണ്ട് വരലക്ഷ്മി അതിന് തുനിഞ്ഞില്ല. ഇത്രയും കാലം വിഷനെ ഓർത്തിട്ടോ മാധവന്റെ ജീവിതം ഓർത്തിട്ടോ വിഷന്റെ വീട്ടുകാരെ ഓർത്തിട്ടോ ഒക്കെയാണ് മഹി അഡ്ജസ്റ്റ് ചെയ്തത്. ഇനി മഹിക്ക് അതിൻ്റെ ആവശ്യമില്ല. ചെയ്യാൻ പാടില്ലാത്ത വലിയൊരു ചതി ചെയ്ത് വിഷനും മധുവും മഹിയുടെ വെറുപ്പ് സമ്പാദിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി ആർക്കു വേണ്ടിയും മഹിയേട്ടൻ തന്നെ അഡ്ജസ്റ്റ് ചെയ്യില്ലെന്ന് വരലക്ഷ്മിക്കും അറിയാമായിരുന്നു. അതുകൊണ്ട് മഹിയുടെ താഴത്തെ മുറിയിലേക്കുള്ള കുടിയേറ്റം വരലക്ഷ്മി മനഃപൂർവ്വം വേണ്ടെന്ന് വെച്ചു. ഒരുപക്ഷെ ആട്ടിയിറക്കിയാൽ അത് ഇതിനേക്കാൾ വേദന പകരുമെന്ന ചിന്തയാവാം. മഹിയുടെ നോട്ടം തന്നിലേക്ക് നീണ്ടുവന്ന് കണ്ടതും മുഖമമർത്തി തുടച്ച് വരലക്ഷ്മി അവിടുന്ന് മുറിയിലേക്ക് പോയി. നേരെ ഒരുപാടായില്ലേ, മോള് പോയി ഉറങ്ങിക്കോ. ഇനി വിളിച്ച് അറ്റൻഡ് ചെയ്യണ്ട. ഇനി അവൾ പറയുന്നതെല്ലാം കേട്ട് നിൽക്കേണ്ട ആവശ്യം മോൾക്കില്ല. പറയാനുള്ള അവകാശം അവൾക്കും അതവൾ നഷ്ടപ്പെടുത്തി. മോളിപ്പോൾ സമാധാനമായിട്ട് പോയി കിടന്നോ. മീരയോട് അയാൾ പറഞ്ഞു. മീര എണീറ്റ് അച്ഛനെ പിടിച്ച് നേരെ കിടത്തി പുതപ്പിട്ടുകൊണ്ട് ഗുഡ് നൈറ്റ് പറഞ്ഞ് മുറി വിട്ടിറങ്ങി. അവൾ പോയ ശേഷം മഹിയുടെ ചിന്തകളെ ഭരിച്ചത് മുഴുവൻ നീരജിയായിരുന്നു. രവി, എനിക്കെൻ്റെ മീരയെ ഈ കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും ചെയ്യിപ്പിക്കണം. അവൾ എനിക്ക് രക്ഷിക്കണം. എന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ നീ ഒന്ന് പറഞ്ഞുതാ. മീരയോട് സംസാരിക്കാൻ പറ്റാത്ത സങ്കടത്തിൽ രവിയെ വിളിച്ച് വിശേഷങ്ങൾ പറയുകയായിരുന്നു നീരജ. ഇതിപ്പോ ചേച്ചി തന്നെ അവൾക്കെതിരെ മൊഴി കൊടുത്തിരിക്കുമല്ലേ? രവി ചോദിച്ചു. ഞാൻ മൊഴി മാറ്റി പറഞ്ഞാൽ മതിയോ? നീരജ് ചോദിച്ചു. അങ്ങനെ തോന്നുമ്പോൾ മൊഴി മാറ്റി പറയാനൊന്നും പറ്റില്ല ചേച്ചി, അത് കോടതിയാ. രവി സമാധാനത്തോടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും രവി? നീരജയ്ക്ക് ആശങ്കയായി. ചേച്ചി തെറ്റിദ്ധരിക്കപ്പെട്ടതാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഗുണം ചെയ്തേക്കും. പക്ഷേ തെളിവ് വേണം. ചുമ്മാ അങ്ങ് പറഞ്ഞാലൊന്നും കോടതിയിൽ വിലപ്പോവില്ല ചേച്ചി. അവിടെ വേണ്ടത് തെളിവുകളാണ്. രവി വിശദീകരിച്ചു. തെളിവിന് ഞാനിനി എവിടെ പോകാനാ? നിരാശയോടെ നീരജ് ചോദിച്ചു. രവി ഒന്നും മിണ്ടിയില്ല. അടുത്ത ഹിയറിംഗ് ആവുന്നതല്ലേ ഉള്ളൂ. ഞാനൊന്ന് ആലോചിക്കട്ടെ, ചേച്ചി ടെൻഷനാവണ്ട. രവിയുടെ ഉറപ്പില്ലാത്ത വാക്കുകൾ കേട്ട് ആശങ്കയോടെ നീരജ് ആ സംഭാഷണം അവസാനിപ്പിച്ചു. ഇനി എന്ത് ചെയ്യുമെന്ന് തലപുകച്ച് ആലോചനയായി. പിന്നീട്, അതെ, നാളെ വിജിയുടെ വീട്ടിൽ നിന്ന് പെണ്ണ് കാണാൻ പറ്റിയെന്ന് ആ ബ്രോക്കർ ചോദിക്കുന്നുണ്ട്. ഞാൻ വരാൻ പറഞ്ഞോട്ടെ? കിടക്കാനൊരുങ്ങുന്ന വിഷയനോടായി മധു ചോദിച്ചു. നാളെയോ? പെട്ടെന്നത് പറഞ്ഞാൽ എങ്ങനെയാ? ഇവിടെ ഉള്ളവരോടൊന്നും ആലോചിച്ചുകൂടി ചെയ്യാതെ. വിഷനൊന്നും മടിച്ചു. എല്ലാവരോടും കൂടി കുറച്ച് ദിവസം മുന്നേ ആലോചിച്ചതല്ലേ? അന്ന് താല്പര്യം കാണിക്കാത്തവരോടൊന്നും കൊട്ടി ആഘോഷിക്കാനൊന്നും നിൽക്കേണ്ട. അതിൻ്റെ ആവശ്യമല്ല. ഇതിപ്പോൾ വിഷയേട്ടനും ധ്രുവനും പോയി നന്നായിട്ട് അന്വേഷിച്ചതല്ലേ? നല്ല തറവാട്ടുകാരും അതിലൊരു സൽസ്വഭാവിയായ പയ്യനും. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു മോശം പറയാനുണ്ടോ അവരെ പറ്റി? ഇതിന് വെച്ച് താമസിപ്പിക്കണമെന്നാ എൻ്റെ ഒരു ഇത്, മധു പറഞ്ഞു. എന്നാലും ആരോടൊന്നും സൂചിപ്പിക്കുക പോലും ചെയ്യാതെ പെട്ടെന്നൊരു പെണ്ണ് കാണല് വിഷനുമല്ലായ്മ തോന്നി.
സൂചിപ്പിച്ചിടത്തോളൊക്കെ മതി, ഞാൻ അവരോട് വരാൻ പറയാൻ പോവാ. അതും പറഞ്ഞ് മധു ബ്രോക്കറെ വിളിക്കുന്നതും വരാൻ അനുവാദം കൊടുക്കുന്നതും വിഷ്ണുവിനൊരു നോക്കൂതിയെ പോലെ നോക്കി നിന്നു. ബ്രോക്കറെ വിളിച്ച് അവരോട് വരാനുള്ള അനുമതിയും കൊടുത്ത് മധു ബെഡിലേക്ക് കയറി കിടന്നു. മധു അതീവ സന്തോഷവതിയായിരുന്നു. മകൾക്ക് വന്നു ചേരാൻ പോകുന്ന സൗഭാഗ്യങ്ങളോട്ടുള്ള ആഹ്ലാദത്തിൽ ഉറക്കം പോലും വരാതെ അവരങ്ങനെ കിടന്നു. മധു ഏതോ സ്വപ്നലോകത്താണെന്ന് തോന്നിയതും വിഷൻ പിന്നൊന്നും മിണ്ടാൻ പോകാതെ കണ്ണുകളടച്ച് ഉറങ്ങാൻ കിടന്നു. ഈ വിവാഹാലോചന വന്നതു മുതൽ ദിയ സമാധാനം നഷ്ടപ്പെട്ട് ഉറക്കമില്ലാത്ത രാത്രികൾ തള്ളി നീക്കുകയാണെന്ന് ഇരുവരും അറിഞ്ഞിരുന്നില്ല. അർജുൻ്റെ പ്രപ്പോസൽ വന്നപ്പോൾ ഒരു സമാധാനമൊക്കെ ഉണ്ടായിരുന്നു. കാരണം ട്രെയിനിങ് കഴിയുന്നതുവരെ വിവാഹം നടത്തില്ലെന്ന് ഉറപ്പായിരുന്നു. ആ ഒരു സാവകാശം ഉണ്ടായിരുന്നു. ആ സമയത്തിനുള്ളിൽ എങ്ങനെയെങ്കിലും അർജുനെ പറഞ്ഞ് പിന്തിരിപ്പിക്കാമെന്നായിരുന്നു അവളുടെ മനസ്സിൽ. അർജുൻ്റെ പ്രപ്പോസൽ വന്നപ്പോൾ അവൾ ശക്തമായൊരു എതിർപ്പ് പ്രകടിപ്പിക്കാത്തതും ആ ഒരു സാവകാശം കണ്ടിട്ട് മാത്രമാണ്. ഇതാവുമ്പോൾ സമയമാകുമ്പോൾ അർജുൻ പിന്മാറുകയും ചെയ്യും. അതിന് മറ്റൊരു പ്രപ്പോസലായിട്ട് ആരും വരികയില്ല എന്നായിരുന്നു അവൾ കരുതിയിരുന്നത്. പക്ഷേ അവളുടെ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചുകൊണ്ട് മധു തന്നെ ആ ആലോചന മുടക്കി അവരെ വെല്ലുവിളിക്കുകയും ചെയ്തു. അതറിഞ്ഞപ്പോൾ മധുവിനോട് അവൾക്ക് നല്ല അമർഷം തോന്നിയിരുന്നു. താൻ ഭയന്നതുപോലെയൊക്കെ സംഭവിക്കുന്നുവെന്ന ചിന്ത ദിവസങ്ങളായി അവളുടെ ഉറക്കം കെടുത്തുകയായിരുന്നു. അർജുൻ്റെ കാര്യത്തിലുണ്ടായ സാവകാശം ഈ ആലോചനയിൽ ഉണ്ടാവില്ല. പയ്യൻ വെൽ സെറ്റിൽഡാണ്. എത്രയും വേഗം വിവാഹം നടത്തണമെന്ന് തന്നെയാണ് അവർക്കും. ചിന്തകൾ കാടുകയറി ഭ്രാന്തായി പോകുമെന്ന അവസ്ഥയിലാണ് ഇന്ന് ദിയ കിടക്കുന്നത്. ഒരാശ്വാസത്തിനായി അവൾ ഫോണെടുത്ത് പ്രിയപ്പെട്ടവനെ വിളിച്ചു നോക്കി. എന്തായി മേഡം കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ? അറ്റൻഡ് ചെയ്ത ഉടനെ അവൻ്റെ കുസൃതിച്ചിരി കേട്ട് ദിയക്ക് ദേഷ്യം തോന്നി. ഇങ്ങനെ തമാശ ഇവിടെ ഇരുന്നോ? അമ്മയൊക്കെ നല്ല സീരിയസാ. അവർ ഈ പ്രപ്പോസലുമായി മുന്നോട്ട് പോകുന്ന എനിക്ക് ഉറപ്പാണ്. അങ്ങനെ മുന്നോട്ട് പോയാൽ വിവാഹം ഉടനെ ഉണ്ടാവും. അവൾ ടെൻഷനോടെ നഖം കടിച്ചു. ആഹാ, അപ്പം നല്ലൊരു സദ്യക്ക് വകയുണ്ടല്ലോ. അവൻ്റെ ചോദ്യം അവളെ പ്രകോപിപ്പിക്കുകയാണ് ഉണ്ടായത്. ദേ കളിക്കല്ലേ, ഇതെങ്ങനെ മുടക്കാന്ന് പറയേ. അവൾക്ക് ദേഷ്യം വന്നു. അതെന്തിനാ മുടക്കുന്നേ? ആ ഡോക്ടറെ പറ്റി ഞാൻ അന്വേഷിച്ചടി. നല്ല അസലൊരു പയ്യൻ, കുടുംബവും നല്ലതാ. ഈ ഉള്ളവനേക്കാൾ എന്തുകൊണ്ടും ബെറ്ററാ. നല്ല സാമ്പത്തികമുണ്ട്. നീ കണ്ണും പൂട്ടി അവനെങ്ങ് കെട്ടിക്കൂടി. അവൻ കുസൃതിയോടെ പറയുന്നത് കേട്ട് അവൾ പല്ലുകൾ ഞെരിച്ചു. പോടാ പാട്ടി എന്നും പറഞ്ഞപ്പോൾ ഫോണ് കട്ടാക്കിയതും അവൻ ചിരിച്ചു പോയി. അവൻ അവളുടെ നമ്പറിലേക്ക് കോൾ ചെയ്യും മുന്നേ അവളുടെ കോള് വീണ്ടും വരുന്നത് കണ്ട് അവൻ പുഞ്ചിരിച്ചു. ഞാനേ അങ്ങേരത്തിനെ കെട്ടാൻ പോവാം. അവസാനം എന്നെ തേപ്പുകാരിയൊന്നും വിളിച്ച് ആരും വന്നേക്കരുത്. കോൾ അറ്റൻഡ് ചെയ്ത ഉടനെ ദേഷ്യത്തിൽ പറഞ്ഞ് അവൾ പിന്നെയും കട്ടാക്കിപ്പോയി. അതുകൂടിയായപ്പോൾ അവൻ ചിരി പൊട്ടിയിരുന്നു. ധ്രുവൻ റൂം മുഴുവൻ അരിച്ചു പെറുക്കുകയായിരുന്നു. ഇന്നവൻ അഡ്വക്കേറ്റിനെ കാണാൻ പോയിരുന്നു. വന്നത് മുതൽ മുറി മുഴുവൻ തിരച്ചിലായിരുന്നു. കബോർഡ് മുഴുവൻ അവൻ അലക്ഷ്യമായി വലിച്ചു വാരിയിട്ടു. ഫയലുകൾക്കിടയിൽ അവൻ ധൃതിയിലെന്തോ തിരിഞ്ഞുകൊണ്ടേയിരുന്നു. അന്ന് പോലീസുകാർ ഹരിയുടെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്ത വിഷ്വൽസിനൊപ്പം കുറച്ച് പേപ്പേഴ്സ് കൂടി അവൻ കൈമാറിയിരുന്നു. വിഷ്വൽസ് നശിപ്പിച്ച് കളഞ്ഞ ശേഷം പേപ്പേഴ്സ് ഭദ്രമായി വെച്ച് ധ്രുവൻ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് പോവുകയും ചെയ്തിരുന്നു. ആ വിഷ്വൽസ് ഏറ്റവും വലിയ തെളിവായിരുന്നുവെങ്കിലും അത് കോടതിയിൽ പ്രദർശിപ്പിക്കുന്നതിലൂടെ മീരയുടെ മാനം നഷ്ടപ്പെടുക കൂടി ചെയ്യുമെന്ന ബോധം അവനുണ്ടായിരുന്നു. അവളുടെ നഗ്നത മറ്റുള്ളവരിലേക്ക് എത്തരുതെന്ന് മാത്രമേ അവൻ ചിന്തിച്ചുള്ളൂ. ഇന്ന് അതൊരു തെറ്റായി തോന്നിയിട്ടില്ല ധ്രുവന്. പിന്നീട് എപ്പോഴോ ആ പേപ്പേഴ്സിൻ്റെ കാര്യം അവന് വിട്ടുപോയി. ഒന്നിനു പിറകെ ഒന്നൊന്നായി കുടുംബത്തിൽ പ്രശ്നങ്ങൾ തന്നെ ആയിരുന്നത് കൊണ്ട് അവനത് ശരിക്കും മറന്നുപോയിരുന്നു. കുറച്ചു നേരം തിരയേണ്ടി വന്നു പേപ്പേഴ്സ് ഒന്ന് കയ്യിൽ കിട്ടാൻ. വെച്ചയിടം അവൻ തന്നെ മറന്നുപോയിരുന്നു. കയ്യിൽ കിട്ടിയതും അവൻ ആശ്വാസത്തോടെ ബെഡിലേക്ക് ഇരുന്നു. അവൻ പേപ്പേഴ്സ് ഓരോന്നായി മറച്ചു നോക്കി. കുറേയൊക്കെ എന്തോ ഒഫീഷ്യൽ പേപ്പേഴ്സാണ്. അവരുടെ കമ്പനിയിലെയും മറ്റും. കൂടുതലും അതുതന്നെയായിരുന്നെന്ന് വേണം പറയാൻ. നോക്കി നോക്കി അവനുണ്ടായിരുന്ന പ്രതീക്ഷയൊക്കെ കുറഞ്ഞു തുടങ്ങി. അപ്പോഴാണ് ഹരിശങ്കർ എന്ന പേരിലുള്ള ഒരു മെഡിക്കൽ ചെക്കപ്പിൻ്റെ റിസൾട്ട് അവൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. തൊട്ടടുത്തായി മീരയുടെ ചെക്കപ്പിൻ്റെ റിസൾട്ട്. വായിച്ചു നോക്കിയതിൽ നിന്നും തൻ്റെ ഊഹാപവും വെച്ച് അതെന്തായിരിക്കുമെന്ന് അവൻ ഊഹിച്ചെടുത്തു. എങ്കിലും ഒരു ഉറപ്പിനായി മെഡിക്കൽ ഫീൽഡിലുള്ള ഒരു സുഹൃത്തിന് അത് അയച്ചു കൊടുക്കുകയും ചെയ്തു. പിന്നീട് കുറച്ചു നേരത്തെ തിരച്ചിലിന് ശേഷം ഒരു പേപ്പർ കൂടി അവൻ്റെ കണ്ണിൽപ്പെട്ടു. അവനത് വേഗം എടുത്തു നോക്കി. അവൻ്റെ കണ്ണുകൾ പ്രതീക്ഷയാൽ തിളങ്ങി. അന്വേഷിച്ചത് കണ്ടെത്തിയതുപോലൊരു ആനന്ദം ആ മുഖത്ത് തെളിഞ്ഞു. അവനുടൻ തന്നെ ഫോണെടുത്ത് വക്കീലിനെ വിളിച്ചു. സാർ, ധ്രുവാണ്. അവൻ വിനയത്തോടെ പറഞ്ഞു. ആ പറയടോ എന്നയാൾ സൗഹൃദത്തോടെ പറഞ്ഞതും ധ്രുവ് കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഓ ഗ്രേറ്റ്, ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ധ്രുവ്. താനൊന്നും നഷ്ടപ്പെടാതെ സൂക്ഷിച്ചു വെക്കണം. മീരയെ നമുക്ക് ഈസിയായിട്ട് ജയിപ്പിക്കാൻ പെടോ. ധൈര്യമായിട്ടിരിക്കുക. അയാളത് പറഞ്ഞത് സൂക്ഷിച്ചോളാം എന്ന ഉറപ്പിൽ അവൻ ആ കോൾ അവസാനിപ്പിച്ചു. അതങ്ങ് നശിപ്പിച്ച് കളഞ്ഞേക്ക് ധ്രുവ. പിന്നിൽ നിന്നും മധുവിൻ്റെ സ്വരം കേട്ടതും പെട്ടെന്നൊരു ഞെട്ടലോടെ അവൻ തിരിഞ്ഞു നോക്കി. പിന്നിൽ പകയോടെ നിൽക്കുന്നു മധു.
മധു എല്ലാം കേട്ടിട്ടുണ്ട്. മധുവിൻ്റെ നിൽപ്പും പാവമൊക്കെ കണ്ട് ധ്രുവൻ നെറ്റിച്ചു വിളിച്ചു. പിന്നെ എന്തോ ഓർത്തതുപോലെ പേപ്പേഴ്സ് എടുത്ത് ഷെൽഫിൽ ഭദ്രമാക്കി വെച്ച് ലോക്ക് ചെയ്തു. ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ ധ്രുവ? നിനക്കെന്തോ തെളിവ് കിട്ടിയെന്ന് പറഞ്ഞില്ലേ? അതങ്ങ് നശിപ്പിച്ച് കളഞ്ഞേരെ. മധു ആവർത്തിച്ചു. അമ്മക്കെന്താ ഭ്രാന്തായോ? ഈ കേസൊന്ന് ജയിച്ചു കിട്ടാൻ ഞങ്ങളൊക്കെ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയാമോ? എന്നിട്ട് കൈ കിട്ടിയൊരു തെളിവ്, അത് ചെറുതോ വലുതോ ആയിക്കോട്ടെ, അത് നശിപ്പിച്ച് കളയണമെന്ന് പറഞ്ഞാൽ നടക്കില്ല അമ്മേ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത് നമ്മളെ സഹായിച്ചേക്കും. ധ്രുവ പറഞ്ഞു നോക്കി. നമ്മളെയല്ല, അവളെ, ആ മീരയെ സഹായിച്ചേക്കും. മധുവനെ തിരുത്തി. അമ്മയൊന്ന് ചുമ്മാതിരുന്നേ. ചെയ്തു കൊടുത്ത ദ്രോഹങ്ങളൊന്നും പോരാഞ്ഞിട്ടാണോ അവൾ എന്ത് തെറ്റാ അമ്മയോട് ചെയ്തേ? അവളുടെ അമ്മയെ പറഞ്ഞ പ്രതികരിച്ചതോ? അതിപ്പം ഞാനായാലും അമ്മയെ പറഞ്ഞാൽ പ്രതികരിക്കും. അവൻ സമാധാനത്തോടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഇത്രയും നാൾ അവളടക്കം പലരും എന്നെപ്പറ്റി പലതും പറഞ്ഞു. നീ പ്രതികരിച്ചില്ലല്ലോ. നീ കേൾക്കുകയും കേൾക്കാതെയും കുടുംബത്തിനകത്തും പുറത്തുള്ളവർ പലരും എന്നെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അറിഞ്ഞിട്ടും എനിക്ക് പേടി ചോദിക്കാൻ നീ ഉണ്ടായിരുന്നില്ലല്ലോ. മധുവനെ രൂക്ഷമായി നോക്കി. എൻ്റെ അമ്മേ, തെറ്റ് അമ്മയുടെ ഭാഗത്താവുമ്പോൾ ഞാൻ എങ്ങനെ പ്രതികരിക്കും? തെറ്റ് മുഴുവനും ചെയ്തു വെച്ചിട്ട് അവിടെ നമ്മൾ ന്യായീകരിച്ചിട്ട് എന്ത് കിട്ടാനാ? എൻ്റെ ഉള്ള വിലയും കൂടി പോയി കിട്ടും, അത്ര തന്നെ. ധ്രുവന്റെ മറുപടി മധുവിനെ ചോടിപ്പിച്ചു. അല്ലെങ്കിൽ എൻ്റെ കാര്യം വരുമ്പോൾ നീയും നിന്റെ അച്ഛനും അമ്മാവനും മുത്തശ്ശിയും എല്ലാം കണക്കാ എന്നും പറഞ്ഞ് മധു മുഖം തിരിച്ചു. ധ്രുവൻ നെറ്റിത്തടവി വീട്ടിലിരുന്നു. ഞാൻ പറഞ്ഞത് നീ കേൾക്കുന്നോ ഇല്ലയോ? അവൻ വീണ്ടും